ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇപ്പം നമുക്ക് ഗ്യാസിന് അത്യാവശ്യം ക്ഷാമമുള്ളൊരു സമയമാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ പൊതുവേ ഗ്യാസ് വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ ഒരു മാസം 3 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസ് റീഫിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസിന് ക്ഷാമം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ ഉപയോഗം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. കൂടി വന്ന നമ്മളൊരു ചപ്പാത്തി അല്ലെങ്കിൽ ദോശ, അപ്പം അതുപോലുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അതും നമുക്ക് വേണമെങ്കിൽ അല്ലാണ്ട് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് മറ്റ് ഇൻഡക്ഷൻ കുക്കറും ഇൻസ്റ്റപോട്ട് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഇത് ഓൾ ഓഫ് എ സഡൻ എല്ലാം വാങ്ങിച്ചൊന്നുമല്ല. വർഷങ്ങളെടുത്ത് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി എടുത്ത സാധനങ്ങളാണ്. അതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസും ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ഉപകരണങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം, എനിക്ക് കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. മെയ്ഡിനെ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഫാസ്റ്റായിട്ടും പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് കുറച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തേത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിപ്പോൾ എൻ്റെത് എലീക്കയുടെ ഒരു ഡ്യുവൽ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഇതൊരു ബിൽറ്റിൻ മോഡലാണ്. നമ്മൾ ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ പ്രസ്റ്റീജ് അതുപോലുള്ള സംഭവങ്ങളുടെ സിംഗിൾ, അതായത് ഡബിൾ അല്ല, സിംഗിൾ ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കേഴ്സാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കതിൽ ശരിയാണ്, നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു ഡ്യുവൽ മോഡിലുള്ള സാധനം വാങ്ങിച്ചത്. ഇതിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തിയും ദോശയും അപ്പമൊക്കെ ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത്, ഗ്യാസിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇതിലും ഉണ്ടാക്കാം. നമുക്ക് ഇൻഡക്ഷൻ ബേസ് തവ ഉണ്ടെങ്കിൽ ചെയ്യാം, അതിൻ്റെ പവർ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഒട്ടും മാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിയാൽ അത് കരിഞ്ഞു പോകും. മറ്റൊന്ന് ഗ്യാസ് എന്ന് പറയുമ്പോൾ തീ കുറച്ച് വെച്ച് നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ വന്ന് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ അപ്പവും ദോശയൊന്നും ഇതിലുണ്ടാക്കാത്തത്. പക്ഷെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഇതിൻ്റെതായ പാത്രങ്ങൾ വേണം. അപ്പോൾ എല്ലാവരും പറയും ഞാൻ ഓണാക്കിയതാണോ? എല്ലാവരും പറയും ഇതിൻ്റെതായ ഇൻഡക്ഷൻ ബേസ് സാധനങ്ങൾ ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. എൻ്റെ കയ്യിൽ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ആകെപ്പാടെ ഒരു ഫ്രൈങ് പാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം സ്റ്റീലിൻ്റെ സാധനങ്ങളാണ്. അപ്പം അത് ഓവർ ദി ഇയേഴ്സ് നമ്മൾ മേടിച്ച് വെച്ച സാധനങ്ങളാണ്. എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീലിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുക ഇച്ചിരി എക്സ്പെൻസീവ് ആണല്ലോ. അപ്പം സ്റ്റീലിൻ്റെ കുക്കറുകളാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ അലൂമിനിയം അല്ലെങ്കിൽ ഇൻഡാലിയം അതൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റീലിൻ്റെ കുക്കേഴ്സ് ആക്കിയിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും 1.5 ലിറ്ററിൻ്റെയും പിന്നെ 10 ലിറ്ററിൻ്റെയും കുക്കർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ചോറ് അതുപോലെയുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ പയറ് ഇതെല്ലാം വേവിക്കാനായിട്ട് കുക്കറിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. അരി ഇടുന്നതും ഒക്കെ കുക്കറിലായിരുന്നു. ഇപ്പം ഞാൻ അരി മാത്രം മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു സംഭവം കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിക്കാം, ആവി കയറ്റാം. പിന്നെ സ്റ്റീലിൻ്റെ അപ്പച്ചെമ്പാണുള്ളത്. അപ്പോൾ ഇടിയപ്പം, പുട്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതിലങ്ങ് പൊക്കോളും. വെള്ളം തിളപ്പിക്കാം, ചായ വയ്ക്കാം. പിന്നെ ഞാൻ സ്റ്റീലിൻ്റെ തന്നെ ഒരു ഫ്രൈയിങ് പാൻ ഉണ്ട്, 1-2 ഫ്രൈയിങ് പാൻ ഉണ്ട്. അതിലാണ് നമുക്ക് വേണമെങ്കിൽ തോരൻ, മെഴുക്കുവരട്ടി ഇതെല്ലാം വളരെ ലോ ഫ്ലെയിമിലിട്ട് കാര്യങ്ങൾ അങ്ങനെ കരിഞ്ഞു പോകാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ താളിക്കാം, പപ്പടം കാച്ചാം, പൂരി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആകെപ്പാടെ എനിക്ക് 2-3 പാത്രങ്ങളേ ഉള്ളൂ. അങ്ങനത്തെ ഫ്രൈയിങ് പാൻ പോലത്തെ 2 പാത്രങ്ങളേ ഉള്ളൂ. പിന്നെ ഉള്ളത് 3 കുക്കറുകളുമാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പിന്നെ ഒരു അപ്പച്ചെമ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഇൻഡക്ഷൻ ബേസ് ചെയ്ത സാധനം വെച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ എൻ്റെ പവർ കൺസെപ്ഷൻ എനിക്കറിയില്ല എന്താണ് സംഭവം എന്ന്. കാരണം നമുക്കിവിടെ സോളാർ ഉള്ളതുകൊണ്ട് ഗ്യാസിനെക്കാട്ടിലും നമുക്ക് പ്രയോജനം സോളാറിൽ നമുക്ക് അങ്ങനെ കറണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നില്ല, സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. സോ അതാണ് ഈ ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ളൊരു മെയിൻ ചേതോ വികാരം. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് നമുക്ക് വേറെ നമ്മുടെ അതിൻ്റെ പേരെന്നാ കാസ്റ്റാൻ ഉണ്ടല്ലോ, കാസ്റ്റാൻ്റെ പാത്രങ്ങൾ വെച്ച് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. കാസ്റ്റാൻ്റെ പാത്രങ്ങളിരിക്കും, ഇരുമ്പ് പറ്റും,
സ്റ്റീൽ പറ്റും. അല്ല ഇനി അലൂമിനിയം ആണെങ്കിൽ അതിനകത്ത് ഇൻഡക്ഷൻ ബേസ് വേണം. ഇപ്പം അലൂമിനിയം കുക്കർ ഉണ്ടെങ്കിൽ തന്നെ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് ബേസ് ഉള്ള സംഭവങ്ങൾ വരുമല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. ട്രൈപ്ലൈ അത് യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചപ്പാത്തി, അപ്പം, ദോശ ഇതൊഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റതും ചെയ്യാം വേണമെങ്കിൽ. പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ ബാക്ക് ടു ഗ്യാസ് തന്നെയാണ് ശരണം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്, പ്രൊവൈഡഡ് നമുക്ക് ആ ടൈപ്പ് പാത്രങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത് പറയേണ്ടത് ഇൻസ്റ്റൻറ്റ് പോട്ടിനെ പറ്റിയിട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ലോക്കലായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതെന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. എനിക്കിതിൻ്റെ ഫുൾ ഉപയോഗങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ചോറ് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് വാങ്ങിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നര വർഷം മുന്നെയാണ് വാങ്ങിച്ചത്. അതായത് അന്ന +1 കയറി തുടങ്ങിയ സമയത്ത്. കാരണം അവൾക്ക് രാവിലെ 7 മണിക്ക് എല്ലാം റെഡിയാക്കി അവളെ വിടണം. 7-7:15 ആകുമ്പോൾ അവൾക്ക് ഇവിടുന്ന് പോകണം. സോ അങ്ങനെ ആകുമ്പം വേണമെങ്കിൽ നമുക്ക് രാത്രി ചോറുണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അത് നമുക്ക് രാവിലെ തിളപ്പിച്ച് ഊറ്റി കൊടുക്കാം. അപ്പോൾ ചോറ് കൊടുത്ത് വിടണം, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാനുള്ള ഒരൊറ്റ ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. കാരണം ഇതിൽ ടൈമറുണ്ട്, ഡിലേ സ്റ്റാർട്ട് ഇട്ട് വെക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാരണമാണ് മേടിച്ചെങ്കിൽ പോലും. എന്നിട്ട് കുറേ നാൾ ഞാൻ അത് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ചായ ഉൾപ്പെടെയുള്ള സാധനം ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഞങ്ങളുടെ ഇവിടെ ചമ്പാരിയാണുള്ളത്. എനിക്ക് ഓൾറെഡി ചോറ് വെക്കാനായിട്ട് ഇപ്പോൾ റൈസ് കുക്കർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ആണ്. അതുപോലെ ചെമ്പാരി ഇതിനകത്ത് സെറ്റ് ആവത്തില്ല. നമ്മുടെ നോർമൽ മറ്റേ വെള്ളയരി ആണെങ്കിൽ അത് എനിക്കൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അതും എനിക്ക് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് ചെമ്പാരി വെക്കണം. അതും എനിക്ക് ഊറ്റി തിളപ്പിക്കാനൊന്നും വയ്യ. എന്തുകൊണ്ടാണ് ഈ ഊറ്റി തിളപ്പിക്കാനൊന്നും വയ്യാന്ന് വെച്ചാൽ ഞാനൊരു എന്താണ് ഭയങ്കര കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കിച്ചണിൽ സർവത്ര നേരം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇൻഡക്ഷൻ കുക്കറിനെ പറ്റി പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യം, ഇത് ഭയങ്കര ഫാസ്റ്റാണ്. അതായത് നമ്മൾ ഒരു ചായയൊക്കെ തിളപ്പിക്കണമെങ്കിൽ അങ്ങോട്ട് വെച്ച് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അത് തിളയ്ക്കും. ഭയങ്കരമായിട്ട് എന്താണ് ചൂട് പെട്ടെന്നാണ് റെഡിയാവുന്നത്. അല്ലാതെ ഈ പാത്രം ചൂടായി വരേണ്ട ആവശ്യമില്ല. പാത്രത്തിനകത്തെ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ എന്ത് വെക്കാനാണെങ്കിലും ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ അതനുസരിച്ച് തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞ് കൈ കിട്ടും. അപ്പോൾ ഒരു ഗ്യാസയിൽ നമ്മളിപ്പോൾ ഒരു ചായ വെക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം നമുക്ക് ഇതിനകത്ത് ചായ വെക്കാൻ എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര മടിച്ചിയായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. എനിക്ക് അധികം നേരം അടുക്കള നിൽക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ചോറ് വയ്ക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലിഡ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാമേ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പാത്രം ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 നാഴി ചോറിടും, 2 നാഴി അരി ഇടും. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും ഉള്ള ചോറ് റെഡിയായി കിട്ടും. അതായത് നോർമലി ഞാൻ എൻ്റെ 10 ലിറ്ററിൻ്റെ, അത് 10 ലിറ്ററാണോ 5 ലിറ്ററാണോ എന്തോ, 10 ലിറ്ററിൻ്റെയാണ്. 10 ലിറ്ററിൻ്റെ കുക്കറിൽ അരി വെക്കുന്ന അത്രയും നമുക്ക് നോർമലി ഒരു ദിവസം വേണ്ടുന്ന അത്രയും ചോറ് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നത്. ഇത് 6 quarts ആണ് ഇതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇതുണ്ട്, ഈ ഒരു വരയുണ്ട്. ആ വര മാത്രമേ വെള്ളം നിറയ്ക്കാവുള്ളൂ. പിന്നെ അരി ഇടുക, ഇതിനകത്ത് വെക്കുക, ലിഡിട്ട് അടയ്ക്കുക. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് പ്രഷർ കുക്ക് മോഡുണ്ട്. പ്രഷർ കുക്ക് മോഡിൽ ഞാൻ ഹൈ പ്രഷറിൽ 6 മിനിറ്റാണ് കുക്കിംഗ് ടൈം ഞാൻ എൻ്റെ ചെമ്പാരിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഡിലേ സ്റ്റാർട്ട് ഇട്ട് വയ്ക്കും. രാത്രി ഒരു 10:30 വയ്ക്കുവാണെങ്കിൽ രാവിലെ ഒരു 4 മണിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ 6 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യും. 4 മണിയാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് അല്ല ഇതിൻ്റെ കുക്കിംഗ് ടൈം. 6 മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്യാനാണ് ഞാൻ കൊടുത്തേക്കുന്നതെങ്കിലും ആ പ്രഷറിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു 10, 15, 20 മിനിറ്റ് എടുക്കും. ആ 20 മിനിറ്റ് ആയി കഴിഞ്ഞ് പ്രഷർ എത്തിക്കഴിഞ്ഞ് ശരിക്കും ഇത് ഓണായി 6 മിനിറ്റ് ഇത് കുക്ക് ചെയ്ത് തന്നെ ഓഫായിരിക്കും. നമുക്ക് കീപ് വാം മോഡുണ്ട്, വേണമെങ്കിൽ അത് ഇടാം. ഞാൻ ഇടാറില്ല. അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:30 പിന്നെ ഇത് എൻ്റെ പ്രഷറൊക്കെ റിലീസായി വരണമല്ലോ. ഈ ചോറ് ഇതുപോലുള്ള ഈ ഭയങ്കര സ്റ്റാർച്ചി ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് പ്രഷർ റിലീസ് ഇതിനകത്ത് അങ്ങനെ ഒരു മോഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാനുവലി നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാം. അപ്പോൾ പക്ഷെ ചോറ് പോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഫുള്ള് പൊട്ടിത്തെറിച്ച് വരും. അതുകൊണ്ട് അതിൻ്റെ നോർമൽ പ്രഷർ റിലീസ് ചെയ്ത് 6-6:30 ഞാൻ രാവിലെ എണീക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്കിത് തുറന്ന് എടുത്ത് ഊറ്റാം.
ആ പരുവത്തിന് എനിക്ക് ഈ ഒരു അരി കിട്ടും, ചോറ് കിട്ടും. അപ്പം അത് ആ ഒരൊറ്റ ഉദ്ദേശത്തിനാണ് ഞാനിത് വാങ്ങിച്ചതെങ്കിലും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചിക്കൻ വെക്കാറുണ്ട്, നമുക്ക് മുട്ട പുഴുങ്ങാൻ പറ്റും, നമുക്കിതിൻ്റെ ഈ ഇഡ്ലിത്തട്ട് കറക്റ്റായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ സ്റ്റീം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് യോഗട്ട് ഉണ്ടാക്കാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതായത് തൈരാക്കുന്ന പരിപാടി, അല്ലെങ്കിൽ പിന്നെ അപ്പം മറ്റേ ദോശമാവ് കുളിപ്പിക്കലൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മെഴുക്ക് വരട്ടി പോലുള്ള സാധനങ്ങൾ വെക്കാം. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ബൾക്ക് കുക്കിങ്ങിനാണ്. അതായത് ഞാനിവിടെ പയറ്, പരിപ്പ്, പിന്നെ അതുപോലെ കൂർക്ക, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഉള്ള സാധനങ്ങൾ നമുക്ക് കൂർക്ക, മെഴുക്ക് വരട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇതിലാകുമ്പം ബൾക്കായിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ വഴറ്റി മസാല ഇട്ട് അതുകൂടെ ഇട്ട് വെച്ച് നമുക്ക് ഈ പ്രഷർ കുക്ക് മോഡ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന്, അതായത് ഇപ്പോൾ ചെറുപയർ മെഴുക്ക് വരട്ടി ഞങ്ങൾ സാധാരണ മുളക് പൊടി ഇട്ട് സാധാരണ വഴറ്റിയാണ് ചെറുപയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പണ്ടുണ്ടാക്കുമ്പോൾ നമ്മളൊരു കുക്കറിൽ ആദ്യം പയറ് വേവിച്ച് അത് ഇച്ചിരി വെള്ളമൊക്കെ കാണും, അതെടുത്ത് പിന്നെ സവോള വഴറ്റി അതിൽ മുളക് പൊടി ഇട്ട് പിന്നെ ഇതിട്ട് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ചിലപ്പോൾ കുഴഞ്ഞു പോവും, ചിലപ്പം വേവത്തില്ല, അങ്ങനെയുള്ള പല ഇതുണ്ട്. അങ്ങനൊന്നുമില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെറുപയറും പിന്നെ വൻപയറും പരിപ്പും സാമ്പാറും എല്ലാം ഇതിനകത്ത് സെറ്റായി വരും. നമുക്ക് വെള്ളം അതനുസരിച്ച് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എററാണ് വെള്ളം, അതനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ചിക്കൻ എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഈവൻ ഈ ഇടയ്ക്ക് എൻ്റെ ഇൻഡക്ഷൻ കുക്കറും കേടായിപ്പോയി, ഗ്യാസും എനിക്കില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിനകത്ത് ചായ വരെ വെച്ചു. ചായ വയ്ക്കാൻ ഒത്തിരി ടൈം എടുക്കും, കാരണം ഇതൊരു സ്ലോ കുക്കറാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സാധനമല്ല. ഒത്തിരി ടൈം എടുത്ത് അത് മറ്റേ സമയമെടുത്ത് ആണ് ഇത് ചെയ്യുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല. ഈവൻ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഫാസ്റ്റ് അല്ല ഇത്. നമുക്ക് ഇട്ടേച്ച് പോയാൽ ഇത് കരിഞ്ഞു പിടിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്, കാരണം അതിൻ്റെ ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട് ഇത് എത്ര സമയം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇനി നമുക്ക് വേണമെങ്കിൽ പുറത്തൊന്ന് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരത്തുള്ളെങ്കിൽ അതും അനുസരിച്ച് നമുക്ക് ചെയ്തു വെച്ചേച്ച് പോവാം. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. മാഗി ഉണ്ടാക്കാം, എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അത്രയും അല്ല, പക്ഷെ ഇതിനകത്ത് നമുക്ക് സ്ട്രെസ് കുറവാണ്. നമുക്ക് ആ മൊത്തം നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട, നമുക്ക് ടൈമർ സെറ്റ് ചെയ്തേച്ച് പോവാം. പിന്നെ സ്ട്രെസ് ഫ്രീ ആണ് ഈ ഒരു സംഭവം. നമുക്ക് അതാണ് ഇതിനകത്തെ ഒരു ഗുണം പറയാനുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഇനി അടുത്തെന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഇലക്ട്രിക് കെറ്റിൽ എല്ലാവരുടെയും വീട്ടിൽ കാണാൻ എനിക്കൊന്ന് കൂടി വന്നാൽ അപ്പം ഇൻസ്റ്റാപോർട്ടിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 10,000 അത്രയും കണ്ടാണ് കേട്ടോ. അതിന്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അത് നമ്മൾ 22,000 18,000 ആ ഒരു റേറ്റ് ആണ്. ഡ്യുവൽ ഇത് വാങ്ങിച്ചിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായി. ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അത് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒക്കെ കാരണം വരുന്ന കംപ്ലയിൻ്റ് ആണ്, അല്ലാതെ ആ സംഭവത്തിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല. 18,000 22,000 ആണ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണത്. ഇതൊരു 10,000 പ്ലസ് അങ്ങാണ്ടാണ് അതിനായത്. ഇതെനിക്ക് തോന്നുന്നൊരു 1,000 ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് ഗ്യാസിൽ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കുക്കിംഗ് ടൈമിൽ നമുക്ക് വെള്ളം എപ്പോഴും ചൂടായിട്ട് തന്നെ കൈ കിട്ടാനായിട്ട് ഇൻഡക്ഷൻ കുക്കർ മതി. പക്ഷേ ഇതുണ്ടെങ്കിൽ, കാരണം ഇൻഡക്ഷൻ കുക്കർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേടായി പോകുന്നുണ്ട്, ഇതുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്. രാവിലെ ഇച്ചിരി കട്ടൻ ചായ വേണമെങ്കിൽ ഇടാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ മുട്ട പുഴുങ്ങാറുണ്ട്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഇത് ഭയങ്കര മസ്റ്റ് ഹാവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് എനിക്ക് പ്രയോജനമുള്ളൊരു സാധനം, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. മസ്റ്റ് ഹാവ് ഒന്നുമല്ല. അപ്പം ഇത് ഞാൻ ഇതും കൊണ്ട് ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് ഇതും കൊണ്ടാണ് ഞാൻ പോയത്. ഇതിന്ന് അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ടിലും അല്ലെങ്കിൽ എല്ലാ ഹോട്ടൽസിലും ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണും. അതിനകത്ത് അവർ പറയും പ്രത്യേകിച്ച് അതിനകത്ത് ചായ തിളപ്പിക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, വെള്ളം മാത്രം തിളപ്പിക്കുക അവളൊന്ന് പറയും. ഞാൻ ഇതിനകത്ത് ഇതും കൊണ്ട് പോയേച്ച് ഞാൻ ചായ രാവിലെ നമുക്ക് ചായ കിട്ടണമല്ലോ, ചായ നേശി പോകാൻ വയ്യാത്തതുകൊണ്ട് കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്, മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, ഓക്കെ, കിഴങ്ങ് പുഴുങ്ങാം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. ഇതും ഭയങ്കര ഫാസ്റ്റാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി ഉള്ള കാര്യം. പിന്നെ അടുത്തത്, ഇതും ഒരു മസ്റ്റ് ഹാവ് ഒന്നുമല്ല. ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. ഇത് എന്താ പറയുന്നത്, പാല് കാച്ചിൻ്റെ സമയത്ത്. അപ്പം ഇതിനകത്തും ഒരു
ഇതുപോലെ തന്നെ ഒരു ബൗളുണ്ട്. അതൊരു നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് അല്ല അത്, പക്ഷെ അതുപോലത്തെ ഒരു ബൗളുണ്ട്. ഇതിൽ ജസ്റ്റ് കുക്ക് ആൻഡ് വാം മാത്രമേ ഉള്ളേ. പക്ഷെ ഇത് യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്തും ചെയ്യാം. പക്ഷെ ഡ്രൈ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല. ഡ്രൈ ആയിട്ട് ഇതിന് ഒരു ടൈം, ഒരു സമയത്ത് ഒരു വാം, ഇപ്പൊ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കുമെന്ന് നോക്കിയാൽ ഇതിനകത്താണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് മെഴുക്കുരട്ടി ഉണ്ടാക്കിയാൽ ഒരു ചൂട് എത്തിക്കഴിയുമ്പോൾ ഇതങ്ങ് ഓഫായി പോകും, പിന്നെ അത് ഇതില്ല. അതുപോലെ വെള്ളം തിളപ്പിക്കുന്നതാണെങ്കിലും ഒരു ചൂടിന്റെ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളെങ്കിൽ അതങ്ങ് നിൽക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് നമുക്ക് 1 പോട്ട് മീൽ ഉണ്ടാക്കാം, മുട്ട പുഴുങ്ങാം, അതുപോലെ സാമ്പാർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, കുറച്ച് സ്ലോ ആണ് ഇത്, കുറച്ച് അത്ര ഫാസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ചെയ്യാം. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. ഞാൻ ആവി കയറ്റാറുണ്ട് സംഭവങ്ങൾ, ഈ ഇഡ്ഡലി പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പുഴുങ്ങയെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വൻപയർ നമ്മൾ വേവിക്കുമ്പം, കുക്കറിൽ വേവിക്കുമ്പോൾ എപ്പോഴും അടിയിൽ കുറച്ച് വെള്ളം മിച്ചം വരുമല്ലോ. പക്ഷേ ഇതിൽ അങ്ങനല്ല. വൻപയർ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇത് വർക്കിങ്ങാണ്, എന്നിട്ട് അതങ്ങ് ഓഫാവും. അപ്പം അത് ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇത് വർക്കിംഗ് ആയിരിക്കും, എന്നിട്ട് അത് ഓഫാവും. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര മസ്റ്റ് ഹാവ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതിന് നമുക്ക് ടൈമർ ഒന്നും സെറ്റ് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. ഇതൊരു ഹാവൽസിന്റെ ഒരു ബേസിക് സംഭവമാണ്. പക്ഷെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ വന്നിട്ട് എയർ ഫ്രയർ. ഇതൊരു ബേസിക് സാധനമാണ്. ഇത് എനിക്കൊന്ന് ക്രെഡിറ്റ് കാർഡിൽ റിവാർഡ് സിസ്റ്റം ഉണ്ടല്ലോ, ആ റിവാർഡ് പോയിന്റ്സ് വെച്ച് ബിജു വാങ്ങിച്ചിട്ട് വർഷങ്ങളോളം തട്ടുംപുറത്തിരുന്ന സാധനമാണ്. പിന്നീടാണ് എനിക്ക് തോന്നിയതോ ഇതെന്തോ ഉപയോഗമുള്ള സാധനമാണ് എന്ന് കരുതി എടുത്തത്. ഈ വറക്കലും പൊരിക്കലും വിത്തൗട്ട് എനി ഓയിൽ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൽ നമ്മൾ ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് പാവയ്ക്ക വറുത്തത്. അതിന് ഒത്തിരി എണ്ണ ചിലവാകുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ കുറച്ച് പാവയ്ക്ക എന്തായാലും മേടിക്കും. അത് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് ബാക്കി ഇതിനകത്തിട്ട് വറുത്തെടുത്ത് കഴിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഹോബി. പിന്നെ ഇതിനകത്ത് പോപ്കോൺ ഉണ്ടാക്കാം, ഫ്രൈംസ് വറുക്കാം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു സാധനം. വളരെ ബേസിക് സാധനങ്ങളാണ്. ഇതിന് ഒരു ടൈമറും പിന്നെ അതിനൊരു ഹീറ്റ് ഇത്ര സമയം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഈ കാണിച്ചേക്കുന്നതൊക്കെ വെറുതെയാ. ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നിനും ഇത്ര സമയം എഴുതിയിട്ടേ ഉള്ളൂ, അല്ലാതെ മറ്റേ ഡിജിറ്റൽ പാനലുള്ള സാധനമൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ഇതും ഒരു യൂസ്ഫുൾ സാധനമാണ്. ഒരു മസ്റ്റ് ഹാവ് ഒന്നുമല്ല, പക്ഷെ ഒരു യൂസ്ഫുൾ ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉപയോഗപ്രദമായതും എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ. ഇനി പറയാനുള്ളത് ഓവനാണ്. ഓവൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എനിക്ക് ഒത്തിരി നേരം അടുക്കള നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ബൾക്ക് കുക്കിങ്ങിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ടാക്കും. കാരണം അന്നയ്ക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് ചോറ് ഞാൻ എന്തായാലും ഉണ്ടാക്കും. പിന്നെ ഉള്ളത് രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിന് മിക്കവാറും ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും. ഓക്കെ, അല്ല ഇഡ്ഡലിയും ചമ്മന്തിയും, ഇഡ്ഡലിയും തക്കാളി ചട്നിയും, ദോശ, ചിലപ്പോൾ ചപ്പാത്തി. കാരണം ഇടിയപ്പം, ഉപ്പുമാവ് ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ കൊച്ചിന് സ്കൂളിൽ കൊടുത്തു വിടാനും നമുക്ക് ഇഡ്ഡലിയാണ് താല്പര്യം. സോ ഇഡ്ഡലിയാണ് ഇവിടുത്തെ ഒരു ദേശീയ ആഹാരം. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പരിപാടി നമ്മൾ സ്ഥിരം ചെയ്ത് ഇഡ്ഡലി സാമ്പാർ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. രാവിലത്തെ അതും പിന്നെ ചോറ് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ ഉള്ളത് ചോറിന് വേണ്ടിയിട്ടുള്ള കറികൾ. ഞങ്ങൾ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കറികൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ മീൽ പ്രിപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ഒത്തിരി മീൽ പ്രിപ്പ് വീഡിയോസ് വൈറലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനും പോലും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഒരു 5 കറികൾ ഉണ്ടാക്കി വയ്ക്കും. ഒറ്റയടിക്ക് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ, ഇൻസ്റ്റപോട്ട്, ഈ റൈസ് കുക്കർ. ഇതെല്ലാം ഒരേ സമയം പ്രവർത്തിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അരിയിൽ സാധനങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അരിയുന്നതിനായിട്ട് എൻ്റെ കയ്യിൽ പ്രീതി സോഡിയാക്കിൻ്റെ ഒരു മിക്സിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, പല വീഡിയോസ് ഉണ്ട് അതിനെപ്പറ്റി. ഇത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് വർഷങ്ങളായി കേട്ടോ. ഇതാണ് എൻ്റെ മെയിൻ സാധനം. പിന്നെ അതിൻ്റെ മിക്സിയിൽ ഞാൻ ദോശമാവൊക്കെ അരയ്ക്കും, അതൊക്കെ ഓക്കെ. ഇതാണ് ഫുഡ് പ്രോസസ്സർ. ഇതിനകത്തെ മൊത്തം പരിപാടികൾ. അരിയിലും സവോള, പിന്നെ തോരനരിയിൽ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ കോലമൊക്കെ കണ്ട് ഇതാവരുത്. ചപ്പാത്തി കുഴയ്ക്കാം, കാരണം എനിക്ക് കൈക്ക് സ്വാധീനമില്ല. സോ ചപ്പാത്തി കുഴയ്ക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം അത് കൂടെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കാരണം ബൾക്ക് കുക്കിങ്ങാണ്. ഒരു ദിവസം സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കൂടി വന്നാൽ ഒരു 5 കറിയാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, തോരനുണ്ടാവും, മെഴുക്കുവരട്ടി ഉണ്ടാവും. പിന്നെ കൂടുതൽ ഞങ്ങളിവിടെ വെക്കുന്നത് കൂർക്ക മെഴുക്കുവരട്ടി, പയർ, പിന്നെ ക്യാബേജ് തോരൻ, ഉള്ളിത്തണ്ട് തോരൻ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതെല്ലാം ഇങ്ങനെ പാരലലി നടക്കും. അപ്പം എന്താ, കൂടി വന്ന ഒരു
2-2.5 മണിക്കൂർ. അതിനപ്പുറം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അതിനുള്ള എല്ലാ സാധനങ്ങളും പടപടാ ചെയ്യുന്നത് ഈ എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടാണ്. എന്നിട്ട് ഇത് ഞാൻ തണുത്ത് ഫ്രിഡ്ജിലാക്കി വെക്കും. രാവിലെ അന്നയ്ക്ക് ഞാൻ കൊടുത്തു വിടുന്നത് ചോറ് ചൂടായി കാണും, ഒരു മുട്ടയും കൂടെ പൊരിക്കും, 2 കറി ഞാൻ നേരെ തന്നെ ഇതിലേക്ക് വെക്കും. അത് ഉച്ചയാകുമ്പോഴത്തേക്കും സെറ്റായിരിക്കും അവക്ക്. നമ്മുടെ കേസിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് ചോറും കറികളും ഫ്രിഡ്ജിൽ നിന്ന് നേരെ ചോറിലേക്ക് തന്നെ കറി ഇട്ടിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കും. ഒരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾ വരും. പക്ഷേ ഐ ഡോണ്ട് കെയർ, എനിക്ക് ഹെൽത്ത് ഇല്ലതൊന്നും ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രോസസ്സ് പോകുന്നത്. അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം. ഇതില്ലെങ്കിൽ ഞാൻ ഇനി ആവി കയറ്റാൻ നിൽക്കണ്ടേ. ആവി കയറ്റാൻ നമുക്ക് ഇൻസ്റ്റപോട്ടിൽ ആവി കയറ്റാം, പക്ഷേ പാത്രങ്ങൾ എടുത്ത് വെക്കുക, പിടിക്കുക എന്നൊക്കെ പറയുന്നത്. മറ്റേന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ് തന്നെ എടുക്കുക, പ്ലേറ്റിലോട്ട് ചോറിടുക, കറികൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക, വെക്കുക, കഴിക്കുക. ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നെങ്കിൽ റെഡി ആയിരിക്കും. ഇപ്പം ഞാൻ ചിലപ്പം സാമ്പാറൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും, ചപ്പാത്തിക്കുള്ള കുറുമക്കറി അധികം ഉണ്ടാക്കി വെക്കും. സോ ദാറ്റ് എപ്പെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസിലാണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ചപ്പാത്തി മേക്കർ ഉണ്ട്, പക്ഷെ ഇവിടെ ആർക്കും ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇഷ്ടമില്ല, ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന ദോശ ഇഷ്ടമില്ല. സോ അത് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ഇതൊരു ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടെന്ന് പറയാനല്ല. ഇതെല്ലാം ഞാൻ പല സമയത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. കുറേയധികം സാധനങ്ങൾ നമ്മളിപ്പോഴും മുട്ട പുഴുങ്ങുന്ന പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗം തോന്നിയിട്ടില്ല. കാരണം അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഈ കെറ്റിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാണ്ട് ചെയ്യാം, ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യാം. അപ്പം കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഇപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിൻ്റെ പദം വരുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാപോട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് മനസ്സിലായതായിരിക്കില്ല വേറുള്ളവർക്ക് മനസ്സിലായത്. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം ഞാൻ ഇൻസ്റ്റാപോട്ട് വാങ്ങിച്ചിട്ട് ഈ പൊതിക്കാത്ത തേങ്ങ പട്ടിക്ക് കിട്ടിയ കണക്കത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പല വീഡിയോസിലായിട്ട് തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിനകത്ത് ഇപ്പോഴും കുറേ സാധനങ്ങളൊന്നും എനിക്കറിയത്തില്ല. റൈസ്, മൾട്ടിഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് വേറെ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. നമ്മളതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയത്തില്ല. അറിയാവുന്ന പോലെ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു ഷോ ഓഫ് അല്ല. എനിക്ക് ഒട്ടും ഹെൽത്ത് പറ്റാത്ത ഒരാളാണ്, അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സോ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് കറണ്ട് കൂടുതലായിരിക്കാം, എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് സോളാർ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ആ ഒരൊറ്റ കേസിലാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. മേ ബി കറണ്ട് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന സംഭവമാണെങ്കിൽ ഗ്യാസും അല്ലെങ്കിൽ വിറകടുപ്പും ഒക്കെ തന്നെ ആയിരിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇൻഡക്ഷൻ കുക്കർ അത്രയും പ്രശ്നമുള്ള സാധനമാണെന്ന്. കാരണം നമ്മൾ സോളാറൊക്കെ വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ വാടക വീട്ടിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വലിയ കറണ്ട് ചാർജ് ഒന്നും വന്നിട്ടില്ല. അന്നും നമ്മൾ ഈ പറയുന്ന പോലെ ചോറും പിന്നെ ബാക്കി വേവിക്കലും കാര്യങ്ങളും എല്ലാം അതിലായിരുന്നു. കൂടുതൽ സാധനങ്ങളും അതിലായിരുന്നു. താളിക്കലൊക്കെ മാത്രമേ നമ്മൾ ഗ്യാസിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ താളിക്കൽ ഉൾപ്പെടെ ഞാൻ ഇതിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ബ്ലാ 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 പറയുന്നില്ല. എനിക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടോ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.